ഹായ് ഡിയേഴ്സ്, നേഴ്സിംഗ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 കഴിഞ്ഞ് നേഴ്സിംഗ് എടുക്കണോ പാരാമെഡിക്കൽ എടുക്കണോ? ഈ പാരാമെഡിക്കൽ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിനെ പറ്റിയിട്ട് വലിയ ധാരണ ആർക്കും ഉണ്ടായിരിക്കില്ല. ഈ നേഴ്സിംഗ് എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ട്. ജനറൽ നേഴ്സിംഗ് ഉണ്ട്, BSc നേഴ്സിംഗ് ഉണ്ട്, അങ്ങനെ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഈ പാരാമെഡിക്കൽ കോഴ്സ് എന്താണെന്ന് ആർക്കും വലുതായിട്ട് അറിയില്ല. അപ്പം പലതരം പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പാരാമെഡിക്കൽ കോഴ്സ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഏകദേശം 14ഓളം പാരാമെഡിക്കൽ കോഴ്സസ് ആണ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പാരാമെഡിക്കൽ കോഴ്സസ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് BSc MLT ആണ്. MLT എന്ന് പറയുമ്പോൾ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ്. രണ്ടാമത്തെ കോഴ്സ് BSc പെർഫ്യൂഷൻ ടെക്നോളജി. മൂന്നാമത്തത് BSc ഒപ്റ്റോമെട്രി, കണ്ണിൻ്റെതാണ്. നാലാമത്തത് BSc ഫിസിയോതെറാപ്പി. അഞ്ചാമത്തത് BSc ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, BASLP എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. അടുത്തത് BCVT ആണ്, BSc ബാച്ചുലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഏഴാമത്തത് ബാച്ചുലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി. എട്ടാമത്തത് ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി. ഒമ്പതാമത്തത് ബാച്ചുലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. പത്താമത്തത് ബാച്ചുലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി. പതിനൊന്നാമത്തത് ബാച്ചുലർ ഓഫ് ന്യൂറോ ടെക്നോളജി. പന്ത്രണ്ടാമത്തത് ബാച്ചുലർ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ. പതിമൂന്നാമത്തത് ബാച്ചുലർ ഓഫ് സയൻസ് മെഡിക്കൽ ബയോകെമിസ്ട്രി. ആൻഡ് the last one is ബാച്ചുലർ ഓഫ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ഓരോ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ പേര് മാത്രമാണ് ജസ്റ്റ് പറഞ്ഞു പോയത്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് കോഴ്സിനെ പറ്റിയിട്ടാണോ അറിയേണ്ടത് ആ കോഴ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം. താങ്ക് യു.